ഇങ്ങനെ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കിം യൂമാണിത്. ഇങ്ങേരും കൂടെ ഇസ്രായേൽ യുദ്ധത്തിലോട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ലോകത്ത് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു സ്വേച്ഛാധിപതിയാണ് കിം യൂം എന്നാണ് പറയപ്പെടുന്നത് ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ. ആ ഒരു അവസ്ഥയിൽ ഇങ്ങേരും കൂടെ ഇറാന്റെ കൂടി ഒരു സൈഡിൽ റഷ്യൻ പട, ഒരു സൈഡിൽ ചൈനീസ് ആയുധങ്ങൾ, മറ്റൊരു സൈഡിൽ കിം യൂങ്ങിന്റെ സപ്പോർട്ടും കൂടെ ആണെങ്കിൽ ഇറാൻ ഈ പറഞ്ഞ അമേരിക്കനെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഭിത്തിമേൽ തേച്ചൊട്ടിച്ച് ഭിത്തിമേ കയറ്റും. നമ്മുടെ നാട്ടിലെ സംഘികളുടെ ഒക്കെ വീട്ടിലെ ഭിത്തിമേൽ നെതന്യാഹുവിന്റെ മാലിട്ട് വെച്ച ഫോട്ടോ ഇങ്ങനെ ഉണ്ടായിരിക്കും. അത്തേ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ വരെ കഴിഞ്ഞ 6-7 ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ഇസ്രായേൽ ഒരു ബോംബ് പോലും വീണിട്ടില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടാണ്, മോദിജിയുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ട്രംപ് അണ്ണൻ്റെ സ്വന്തം മച്ചാനാണെന്നും പറഞ്ഞ് നടക്കുന്ന സംഘികൾ കൊണ്ടാണ് എനിക്കിത് പറയാനുള്ളത്. നിങ്ങൾ ഇനിയെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കണം. എന്താണോ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? നിങ്ങൾ ഇവിടെ കാണുന്ന കേരളത്തിലും അല്ലെങ്കിൽ ഇവിടെ കാണുന്ന മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും മോദി ഗോദി മീഡിയയിലും അതല്ലെങ്കിൽ സംഘപരിവാർ സംഘി വാണ ചാനലുകളിലും കാണുന്നതല്ല അവിടെ നടക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് കെട്ടിടങ്ങളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും എല്ലാം തകർന്നിട്ടുണ്ട്. കർമ്മ എന്ന് പറയും. പണ്ട് ഗസയിൽ കൊണ്ട് ബോംബിട്ട് 10-70 ഹോസ്പിറ്റൽസും 100-100 മേലെ സ്കൂളുകളും അവിടുത്തെ ആ ഒരു ഗസ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന് ശവപ്പറമ്പാക്കി മാറിയ സമയത്ത് ഒരു യുദ്ധനീതിയും ഇല്ലാണ്ട് യുദ്ധക്കുറ്റങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള നെതന്യാഹുവിൻ്റെ സ്വന്തം തെൽ അവീവിലാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ബോംബുകൾ. ബിൽഡിങ് പൊളിഞ്ഞിട്ടും മറ്റ് പല രീതിയിലും കാഷ്വാലിറ്റീസും ഒരുപാട് പേരും മരിച്ചിട്ടും ഈ കാര്യങ്ങളൊന്നും പുറത്തോട്ട് വിടാണ്ട് ഇങ്ങനെ കുട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥ. നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് കണ്ടവൻ്റെ ചന്തി കഴുകി ജീവിക്കുന്ന കുറേ ആളുകൾ വാർത്തയിൽ വന്നിരുന്ന് ഞങ്ങളിവിടെ സേഫാണ് എന്ന് പറയും. രാത്രി ഉറക്കമില്ലാണ്ട് ബങ്കറിന്ന് പുറത്തു വരുന്നു, അകത്ത് കയറുന്നു. ഇങ്ങനെ ജീവിക്കുന്ന, എന്നിട്ടും സ്വന്തം അന്നം തരുന്ന രാജ്യമായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടം. എന്നിട്ടും ആ ഒരു അവസ്ഥ പുറത്ത് കാണിക്കാണ്ട് ജീവിക്കുന്ന കുറേ ജീവികൾ മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത്.